കുട്ടികൾ എന്തെങ്കിലും വികൃതി വീട്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ നിലക്ക് നിർത്താൻ വേണ്ടി പറയുന്ന ഒരു വാക്കാണ് ഉപ്പ വരും, ഉപ്പ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും, അപ്പോൾ ഉപ്പ നിന്നെ ശരിയാക്കും, വല്യപ്പ വരും. ഇതുപോലെയുള്ള പല ഭീഷണി സ്വരങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരം ചില ഭീകരമായ പ്രതീകങ്ങളെ സൃഷ്ടിക്കുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന വികാരം എന്താണ്? നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ നിലക്ക് നിർത്താൻ ഉപയോഗിക്കേണ്ടത്? ഈ രക്ഷിതാക്കന്മാർ പൊതുവെ കുട്ടികളോട് നമ്മൾ സ്വീകരിക്കുന്ന സമീപനങ്ങളും കുട്ടികളോട് പറയുന്ന കാര്യങ്ങളും കുട്ടികളിൽ എന്ത് പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഒരു 4 വയസ്സായ ഒരു കുട്ടിയോട് പോലീസിനെ വിളിക്കും എന്ന് ഉമ്മ പറയാണ്. അപ്പോൾ അവൻ പറയുന്ന മറുപടി, ഉമ്മ പട്ടാളത്തെ വിളിച്ചോളൂ എന്നാണ്. ഉമ്മയ്ക്ക് പോലീസേ അറിയുള്ളൂ, അവർ പട്ടാളം കൂടെ അറിയാം. നമ്മൾ ഈ പറയുന്ന വാക്കിൻ്റെ പ്രതികരണങ്ങൾ എങ്ങനെയെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളെ ഭീഷണിപ്പെടുത്തി നിർത്തുമ്പോൾ സ്വാഭാവികമായും എന്തൊക്കെ കുട്ടികൾ ജീവിതത്തിൽ ഭയപ്പെടേണ്ടതുണ്ടോ ആ ഭയങ്ങൾ കൂടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഒന്നും സംഭവിക്കൂല, പാപ്പ വന്നാലും ഒന്നും സംഭവിക്കൂല, പോലീസ് വന്നാലും ഒന്നും സംഭവിക്കൂല. വെറുതെ ചില അസത്യങ്ങളും അതേപോലെ തന്നെ അസംഭവ്യമായ കാര്യങ്ങളും പറഞ്ഞ് കുട്ടികളിലുള്ള വിശ്വാസ്യതയെയും പരസ്പര ബന്ധത്തെയും സത്യസന്ധതയെയും തകർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ചോദ്യത്തിലുള്ള മറ്റൊരു ഉദ്ദേശം ഞാൻ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, കുട്ടികളുടെ തകരാറുകൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ പറയുന്ന രക്ഷിതാക്കൾ. എന്ത് കാര്യമാണുള്ളത്? ഒരു കുട്ടി ചെയ്ത മോശപ്പെട്ട കാര്യങ്ങളെ, വികൃതികളെ വീണ്ടും ഭർത്താവിൻ്റെ മുന്നിലാവട്ടെ അയൽവാസിയുടെ മുന്നിലാവട്ടെ ആരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോഴും ആ വികൃതികൾ ചെയ്തതിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആ കുട്ടി എന്താ ചിന്തിക്കുക? അന്ന് ഇനി അതൊന്നും ചെയ്യണ്ട, ചെയ്ത ഉമ്മ എല്ലാവരോടും പറയുന്ന കുട്ടി വിചാരിക്കുമെന്നാണോ ഈ മാതാവ് വിചാരിക്കുന്നത്? എന്നാൽ ആ കുട്ടിയിൽ എന്ത് ഇഫക്റ്റാണ് അത് ഉണ്ടാക്കുക? ഒരു സംശയവുമില്ല. എനിക്ക് എൻ്റെ ഈ ഇത്രയും കൊച്ചു പ്രായത്തിലും ഇത്ര ചർച്ചാ വിഷയമാകത്തക്ക വിധത്തിൽ ചിലതെല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മസംതൃപ്തിയാണ് ഉണ്ടാവുന്നത്. ഒരു ഭയവും അവന് സൃഷ്ടിക്കുന്നില്ല, ഒരു പുറകോട്ട് പോക്കുള്ള പ്രചോദനവും അതാകുന്നില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യും? ഇന്നലെ അവൻ 2 സ്റ്റെപ്പ്, കോണിയുടെ 2 സ്റ്റെപ്പ് താഴത്തേക്ക് ചാടിയിട്ട് ഒന്നും പറ്റാത്ത കഥയാണ് ഉപ്പയോട് പറഞ്ഞതെങ്കിൽ, നാളെ ഉപ്പ വരുമ്പോഴേക്കും കോണിക്കൂട്ടിൽ നിന്നും താഴേക്ക് ചാടിയ പുതിയൊരു കഥ പറയിപ്പിക്കാൻ പുതിയൊരു സംഭവം ഉണ്ടാക്കുകയായിരിക്കും അവൻ ചെയ്യുക എന്ന് മനസ്സിലാക്കണം. എന്നുവെച്ചാൽ കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരോട് എന്തു പറയുന്നുവോ അതിന് വിപരീതമാണ് പലപ്പോഴും അവർ പ്രവർത്തിക്കാനുള്ള സാധ്യത. അവരെ എന്തിൽ നിന്ന് തടയുന്നുവോ അതിൽ ഊക്കോടെ മുന്നോട്ട് പോകാനാണ് സാധ്യത. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്, ഒരു കുട്ടി എന്ത് ചെയ്യണതിന് ഓപ്പോസിറ്റ് പറയാം, അങ്ങോട്ട് കയറിക്ക മോനെ എന്ന് പറയും, കയറാതിരിക്കാൻ വേണ്ടി. എന്താണ് അത് അങ്ങനെ വരാൻ കാരണം? പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തരം സംസാരങ്ങൾക്ക് വിരുദ്ധം ചെയ്യാനാണ് അവർക്ക് ആഗ്രഹം എന്ന് നമുക്ക് തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് വികൃതികളായ കുട്ടികളുടെ വികൃതികൾ മറ്റുള്ളവർക്ക് മുമ്പിൽ വെച്ച് പറയുന്നത് കൊണ്ടാണ് ആ വികൃതി എങ്ങനെ ചികിത്സിച്ചിട്ടും മാറാത്തത്. ഏറ്റവും ആദ്യം ആ വികൃതികളെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക, അത് രണ്ടാമത് പറയാതിരിക്കുക. ഇനി പറയുകയാണെങ്കിൽ അവരുടെ ഗുണങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? എടുത്തു പറയുക. അത് മറ്റുള്ളവർ മുമ്പിൽ പറയുമ്പോൾ ആ ഗുണം കൂടുതൽ ചെയ്യാനും ആ നല്ല പ്രവൃത്തികളിൽ പ്രോത്സാഹിപ്പിക്കപ്പെടാനും കാരണമായിത്തീരും. ഒരു പരിധിവരെ എന്ത് ശബ്ദം, എന്തു ഭാവം കുട്ടികൾക്ക് നേരെ നമ്മളിൽ നിന്നുണ്ടാകുമ്പോഴും അത് കുട്ടി എങ്ങനെ മനസ്സിലാക്കും എന്ന് ചിന്തിക്കാൻ മാതാപിതാക്കൾ കഴിയണം. കുട്ടി എങ്ങനെ ചിന്തിക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ എന്നുള്ളൂ. ചില ആളുകൾ കുട്ടികളോട് സ്നേഹം പങ്കിടുന്നത്, എവിടെയാണ് എൻ്റെ വാപ്പ, എന്താ എൻ്റെ ജോലി എന്ന് ഗൗരവത്തിൽ ചോദിച്ചാൽ അതൊരു സ്നേഹ പെരുമാറ്റമായി ഒരു കുട്ടിക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അതുകൊണ്ട് കുട്ടികൾ എങ്ങനെ ചിന്തിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് കുട്ടികളോട് പറയേണ്ടതും കുട്ടികളുടെ സാന്നിധ്യത്തിൽ സംസാരിക്കേണ്ടതും എന്നാണ് ഈ കാര്യത്തിൽ ഉറപ്പെടുത്താനുള്ളത്. പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല. എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം. സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും. പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. വിഷമിക്കേണ്ട.
പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ.